പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് നിങ്ങളോട് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്താണ് പറയുന്നത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് ഒരു വർഷം കഴിഞ്ഞുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്, അതായത് ഒരു വർഷം കഴിഞ്ഞുള്ള നിങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അടുത്ത ഒരു വർഷം നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ട് അത്ഭുതപ്പെടാൻ പോവുകയാണെന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് പുറത്തു വരാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഇത്. സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും വളരെ കൂളായി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. ഈ വർഷം എന്ന് പറയുമ്പോൾ ഇനി വരുന്ന ഒരു വർഷം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അന്ന് മുതൽ ഒരു വർഷത്തേക്കായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ഈ കാർഡിലെ ഇതുണ്ട്, ഇപ്പോൾ ക്ലാരിറ്റിയോടെ കാണാമോ? ഈ കാർഡിലെ ചിത്രം നോക്കി, ഒരു സിംഹം തൊട്ടടുത്തിരിക്കുകയാണ് ആ സ്ത്രീയുടെ. വളരെ മെരുക്കപ്പെട്ട് ഇരിക്കുന്ന ഒരു സിംഹവും അതിനോടൊപ്പം ആത്മബന്ധത്തോടു കൂടി ചേർന്നിരിക്കുന്ന ഒരു സ്ത്രീയുമാണ്. ധൈര്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ആ സ്ത്രീ. ഇതുപോലെ എത്ര വലിയ വന്യമായിട്ടുള്ള ഒരു കരുത്തിനെയാണെങ്കിലും ശക്തിയെയാണെങ്കിലും, അതായത് ഒരു സിംഹത്തെ കാണിക്കുന്നത് അതിനെ സൂചിപ്പിക്കാനാണ്. അങ്ങനെ ഒരു സിംഹത്തെ തന്നെയാണെങ്കിലും സൗമ്യതയോടുകൂടി ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് ഈ സ്ത്രീ. ഇതുപോലെ ഏറ്റവും വലിയ കാര്യങ്ങളെപ്പോലും പ്രതിസന്ധികളെപ്പോലും ആത്മവിശ്വാസം കൊണ്ട് കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചില ആളുകളായിരിക്കാം, അതായത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രയാസമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ മെരുക്കി നിങ്ങളുടെ ആധിപത്യം അതിന് മുകളിൽ കൊണ്ടുവന്ന, എന്നാലൊരു ശാന്തമായിട്ടിരിക്കുന്ന സ്ത്രീയാണ് ഇവിടെ. ഒരു യുദ്ധം ജയിച്ച് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വീണ്ടും 9 of Wands ഒക്കെ കാണുമ്പോൾ നമ്മൾ കാണില്ലേ, തളർന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീ അല്ല ഇത്. കൂളായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എത്ര വലിയൊരു കരുത്തിനെയും കൈപ്പിടിയിൽ ഒതുക്കി ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ പാകതയുള്ള രീതിയിലേക്കാണ് ഈ വരുന്ന ഒരു വർഷം നിങ്ങൾ മാറാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. മുൻപ് നിങ്ങൾ ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ചെയ്തു തുടങ്ങും. എല്ലാവരും നിങ്ങളെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ, നിങ്ങളുടെ വ്യക്തിത്വം വല്ലാതെ ജ്വലിക്കുന്ന ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാവും. അതുപോലെ നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വഴി ജീവിതത്തിലെ എല്ലാ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനും അതനുസരിച്ച് അതെല്ലാം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഒരു സെൽഫ് കൺട്രോളിലേക്ക് വരും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതികൾ, സ്വഭാവം, പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് നിങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയല്ല, ഇതിനൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം എന്തായാലും ഈ ഒരു വർഷത്തിനുള്ളിൽ നടപ്പായിരിക്കും. അത് പൊതു സമൂഹത്തിന് മുന്നിൽ അങ്ങനെ ഒരു മാറ്റം നടപ്പാക്കിയ ആത്മവിശ്വാസമുള്ള ഒരാളായിട്ട് നിങ്ങൾ കാണപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു കരുത്തോടെ വിജയശ്രീ ലാളിതരായിട്ട് നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി രൂപം നൽകുന്ന ഉറപ്പ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മുടെ റീഡിങ്ങിൻ്റെ ഒരു നല്ലൊരു തുടക്കം തന്നെയാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കെൽട്ടിക് റോസ് സ്പ്രെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ റീഡിങ് തൽക്കാലം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇൻറ്റ്യൂട്ടീവായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ റീഡിങ് കാർഡുകൾ എടുക്കുകയാണ്. നമുക്ക് തോന്നുന്ന സംശയങ്ങൾ ഫ്യൂച്ചർ സെൽഫിനോട് ചോദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ചോദിക്കുന്നതിന് മുൻപ് അപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട പ്രധാനപ്പെട്ട 2 മെസ്സേജ് ഇവിടെ യൂണിവേഴ്സ് തന്നെ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് തന്നെ നൽകിയിട്ടുണ്ട്. എംപ്രസ്, ഇവിടെ എല്ലാം സ്ത്രീകളെയാണ് കാണിക്കുന്നത് കേട്ടോ. കാണാമോ? എംപ്രസ് കാർഡ്, സ്ട്രെങ്ത് കാർഡ് ആയാലും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, അതായത് കൂടുതൽ സ്ത്രീകൾക്ക്, നമ്മുടെ റീഡിങ് കാണുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു വൈബ്.
പുരുഷന്മാരാരും കാണേണ്ടതില്ല എന്നല്ല പറയുന്നത്. ഒരു സ്ത്രീകളുടെ ഒരു പ്രാധാന്യം വരുന്ന കാർഡാണ്. നമുക്കൊരു ഫെമിനൈൻ എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എന്തായാലും ഈ സ്ട്രെങ്ത് കാർഡിന് ശേഷം നിങ്ങൾക്ക് നൽകിയ സൂചന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ ഒരു വർഷം, വരാൻ പോകുന്ന വർഷം, വരാനിരിക്കുന്ന ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കുറിച്ചാണ് പറയുന്നത്. എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് ക്രിയേറ്റിവിറ്റിയുടെയും വളർച്ചയുടെയും ഒക്കെ ഒരു ഉന്നതിയെയാണ്. രാജ്ഞിയെപ്പോലെ, ചക്രവർത്തിയെപ്പോലെ നിങ്ങളിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു അതോറിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾക്കോ ആശയങ്ങൾക്കോ ഒരു ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് താല്പര്യമുണ്ടെങ്കിൽ, ഒരു കാലെടുത്ത് വെക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ആഗ്രഹം അത്ഭുതകരമായിട്ട് അത് സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഒരു ചെടി നട്ട് വളർത്തി അത് വളർന്ന് പന്തലിക്കുന്നത് പോലെ, നട്ട് നനച്ച് വളർത്തി പന്തലിക്കുന്നത് പോലെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പോകുന്ന, വളരെ അബണ്ടൻസ് ഉള്ള, ഭാഗ്യം ഇങ്ങനെ ഒഴുകി നിങ്ങളിലേക്ക് വരുന്ന ഒരു കാലമായിരിക്കും ഈ വരാൻ പോകുന്ന ഒരു വർഷം. ആ സമയത്ത് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വലിയ തടസ്സങ്ങളില്ലാതെ നടക്കുന്നു എന്ന് മാത്രമല്ല, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് കൂടി ചേർന്ന് വന്നതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികമായ സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടിയാണ് അത് പറയുന്നത്. സാമ്പത്തിക മേഖലയാണ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. പണം കൈകാര്യം ചെയ്യുന്നതിലും അത് നിലനിർത്തുന്നതിലും നിങ്ങൾ വലിയ വിജയം നേടും ഈ കാലഘട്ടത്തിൽ. വെറുതെ പണം ഉണ്ടാവുക എന്നുള്ളതല്ല, വീടും കുടുംബവും സാമ്പത്തിക കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാൻ, ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പ്രയാസവുമില്ലാതെ കൂളായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതായത് അതാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. എത്ര വിഷമകരമായ സാഹചര്യങ്ങളെയും കൂളായിട്ട് കൈകാര്യം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ട്, സാമ്പത്തിക സുരക്ഷിതത്വമുള്ള വ്യക്തിയായിട്ട്, വളരെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വരുന്ന ഒരു വർഷം നിങ്ങൾ മാറാൻ പോവുകയാണ് എന്നാണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. ഫ്യൂച്ചർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാവി രൂപമാണ്. ഒരു വർഷം കഴിഞ്ഞ് ഇത് അനുഭവിച്ച് നിൽക്കുന്ന നിങ്ങളെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിൽ നിന്ന് വലിയ തോതിലുള്ള സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് എന്തായാലും ഈ കാലഘട്ടത്തിൽ ലഭിക്കും. ഒരു രാജ്ഞിയെ പോലെ, ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടുത്തെ ഏറ്റവും വലിയ അതോറിറ്റിയെ പോലെ ആത്മവിശ്വാസത്തോടെയും മാന്യതയോടെയും നിങ്ങൾക്ക് ഈ വർഷം ശോഭിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ഉള്ളിലെ കരുത്തുപയോഗിച്ച്, സ്ട്രെങ്ത് ഉപയോഗിച്ച് നിങ്ങൾ കെട്ടിപ്പടുക്കാൻ പോകുന്നത് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ 3 കാർഡുകളിലൂടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വർഷത്തെ നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളെക്കുറിച്ചാണോ, എന്തിനെക്കുറിച്ചാണ് ഈ കാർഡുകൾ പറയുന്നതെന്ന് നോക്കാം. എല്ലാം ജമ്പേഴ്സ് ആണ് കേട്ടോ. 10 ഓഫ് പെന്റക്കിൾസ്. ഇതെന്തായാലും ഒരു അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. 10 ഓഫ് പെന്റക്കിൾസും ജമ്പർ കാർഡായിട്ട് വന്നതോടെ നമ്മുടെ റീഡിങ് പൂർണ്ണമായിട്ടും ഒരു സക്സസ് സ്റ്റോറി, നിങ്ങളുടെ സക്സസ് സ്റ്റോറി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ എംപ്രസും ക്യൂൻ ഓഫ് പെന്റക്കിൾസും വന്നതിന് പുറമെ ഈ കാർഡും കൂടി വരുമ്പോൾ നിങ്ങളുടെ ഈ വരാനിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും അതിൻ്റെ ഉന്നതിയിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം നിങ്ങളുടെ കുടുംബം മുഴുവൻ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന, ഐക്യത്തോടെ കഴിയുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെയൊക്കെ മെരുക്കി നിങ്ങളുടെ കൈപ്പിടിയിലാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനും നിങ്ങൾക്ക് ഈ വരുന്ന വർഷം സാധിക്കും. അതുമാത്രമല്ല, ഒരു സ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ച, പെട്ടെന്നുണ്ടാകുന്ന ഒരു ലാഭമൊന്നുമല്ല, ഒരു ലോട്ടറി അടിക്കുന്നതോ അങ്ങനെയല്ല, മറിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന സാമ്പത്തിക ഭദ്രതയാണ് ഈ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് സാധാരണഗതിയിൽ ഉറപ്പുള്ള ഒരു കാർഡാണ് 10 ഓഫ് പെന്റക്കിൾസ്. അത് നൽകുന്നത് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ വർദ്ധിക്കാനും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വീടോ വസ്തുവോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, കാറ്, ലക്ഷറി, അതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്ത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് അതിന് സമൂഹത്തിൽ വലിയ അംഗീകാരം ലഭിക്കും. നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു അടുത്ത ജനറേഷന്, തലമുറയ്ക്ക് കൂടി അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്.
ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? നമുക്ക് എന്താണത്, അങ്ങനെ ഏത് മേഖലയിലാണ്, എങ്ങനെയാണ് ഈ മാറ്റം നിങ്ങളിലേക്ക് വരുന്നത്? 3 കാർഡുകൾ എനിക്ക് തോന്നുന്നു അതെടുക്കാം. എത്ര ശക്തമായ കാർഡുകളാണ് ഈ വരുന്നത്. എംപറർ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നുക സ്വാഭാവികമാണല്ലോ. കാരണം നിസ്സാരമായ ഒരു മാറ്റങ്ങളല്ല വരുന്നതായിട്ട് ഫ്യൂച്ചർ സെൽഫ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്? അതിന് ഫ്യൂച്ചർ സെൽഫ് നമുക്ക് നൽകിയിരിക്കുന്ന മറുപടി, ആദ്യത്തെ മാറ്റം എംപറർ കാർഡിലൂടെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ലീഡർഷിപ്പ് റോളിനെ പറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ നിങ്ങളൊരു പ്രധാന തീരുമാനമെടുക്കുന്ന വ്യക്തിയായി മാറും. അവിടുത്തെ ഒരു ലീഡറായി മാറും. വെറുതെ ഒരാളായി ഇരിക്കാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും പ്ലാൻ ചെയ്യാനുമുള്ള അധികാരം നിങ്ങളിലേക്ക് എത്തും. ഈ ഒരു വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും. ഒരു ചിട്ടയായ ജീവിതശൈലിയും അച്ചടക്കവും വഴി നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ ഒരു എംപററായിട്ട് മാറും, ഒരു രാജാവായിട്ട്, ചക്രവർത്തിയായിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് ആദ്യമായിട്ടുള്ള ഒരു സൂചന, ആദ്യത്തെ ഒരു സൂചന. അടുത്തത് വീണ്ടും 10 ഓഫ് പെൻറ്റക്കിൾസ്, അതേപോലെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നു. കൂടുതൽ അതിനെ ഉറപ്പിക്കുന്ന തരത്തിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസും കൂടി വന്നപ്പോൾ പിന്നെ ഒരു സംശയവും വേണ്ട സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ. സാമ്പത്തികമായി നിങ്ങൾ എവിടെ എത്തും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ഒരു കാർഡും കൂടി വന്നു ചേർന്നപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വെറും പണമല്ല, മറിച്ച് അത് എങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെ വളർത്തണം എന്നതിൽ നിങ്ങളൊരു വിദഗ്ധനാകും, അല്ലെങ്കിൽ ഒരു വിദഗ്ധയാകും എന്നാണ് പറയുന്നത്. അതായത് പണം വരികയും കടബാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം വീട്ടാൻ സാധിക്കുകയും നിക്ഷേപിക്കാൻ, എവിടെ നിക്ഷേപിക്കണം എന്നറിഞ്ഞുകൊണ്ട് പണം നിക്ഷേപിക്കാനും അതിനെ വളർത്താനും സാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരുമെന്നാണ് പറയുന്നത്. ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, വലിയൊരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പോകുന്ന സമയമാണ് ഈ വരാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് സാമ്പത്തിക ഉപദേശം നൽകാൻ കഴിയുന്ന തരത്തിലും നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോലും നിങ്ങളുടെ ഇമേജ് വളരുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന അധ്വാനം, അതായത് നിങ്ങളുടെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങളുണ്ട്, അത് നിങ്ങളെ ഒരു ചക്രവർത്തിയെ പോലെ വാഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാവി സമയത്ത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നതിനാണ് സാഹചര്യങ്ങൾ ഒരുങ്ങാൻ പോകുന്നതെന്നാണ്. അടുത്ത സന്ദേശം യൂണിവേഴ്സ്, ഫ്യൂച്ചർ സെൽഫ് യൂണിവേഴ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്, ഇത്രയും ഉത്തരവാദിത്വങ്ങളും പണവും വരുമ്പോൾ ജീവിതം കൈവിട്ടു പോകുമോ എന്നൊന്നും പേടിക്കേണ്ട. ഞാനിത് എങ്ങനെ ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങൾ വന്നാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാകുമല്ലോ, അതും ഇതുമായിട്ടൊക്കെ ചിന്തിച്ച് നിങ്ങൾ ആകെ ആശങ്കയിലാവേണ്ട കാര്യമില്ല. 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്, ഈ മാറ്റങ്ങൾക്കിടയിലും എത്ര മാറ്റം വന്നാലും നിങ്ങളുടെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും, അതായത് വർക്ക് ലൈഫ് ബാലൻസ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം, അതായത് വർക്ക് വളരെ കൂടുതലായേക്കാം, പക്ഷെ അതൊരു മാന്ത്രികനെ പോലെ രസകരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ചെറുതും വലുതുമായ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. പണസംബന്ധമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതോറിറ്റി ആയിട്ട് നിൽക്കുന്ന, പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെടുന്ന സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു അതോറിറ്റി ഫിഗറായിട്ടൊക്കെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും വർക്ക് കുറച്ചധികമായിട്ടുണ്ടാവാം. ഉത്തരവാദിത്വമുള്ള വർക്കായിരിക്കാം, പക്ഷെ അത് നല്ല സന്തോഷത്തോടെ അനായാസമായിട്ട് രസകരമായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എംപറർ പോലെയുള്ള അച്ചടക്കവും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിയും കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവും എല്ലാം കൂടി നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കുന്ന ഒരു സാമ്രാജ്യമായിരിക്കും വരാനിരിക്കുന്ന ഈ ഒരു വർഷം എന്നുള്ളതാണ്. ഇനി എന്താണ് അതിൽ കൂടുതൽ അറിയേണ്ടത്? നമുക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം. വരാനിരിക്കുന്ന ഒരു വർഷം ഈ രീതിയിൽ അത്ഭുതകരമായ സാമ്പത്തിക വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ഉറപ്പും പുരോഗതിയും ജീവിതത്തിൽ അബണ്ടൻസും കൊണ്ടുവരാൻ പോകുന്നൊരു വർഷമാണെന്ന് നമ്മൾ കണ്ടു. അതിന് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ തോന്നുന്ന കാർഡുകൾ ഞാൻ എടുക്കുന്നുണ്ടേ. ഈ ഒരു കാർഡും കൂടി തോന്നുന്നുണ്ട്, കുറേ നേരമായത് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടെ വെക്കാം, നമുക്ക് സൈഡിൽ വെക്കാം. ആദ്യം എടുത്ത കാർഡുകൾ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം വെറുതെ ആയില്ല. അതായത് ഈ മാറ്റം വെറുതെ അങ്ങോട്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ ഭാഗത്ത്, അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില ബോധപൂർവമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് വ്യക്തമായ ഒരു വിജയത്തിലേക്ക്, വലിയ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നത് എന്ന് ഈ കാർഡുകൾ പറയുന്നുണ്ട്. അതായത് അതിന് ഫ്യൂച്ചർ സെൽഫ് പ്രായോഗികമായിട്ടുള്ള 5 നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. 5 കാർഡുകളിലൂടെ നമ്മൾ 5 നിർദ്ദേശങ്ങളാണ് നോക്കുന്നത്. വിജയത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള 5 സ്റ്റെപ്സ് ടു സക്സസ് എന്ന യൂണിവേഴ്സിന്റെ ഒരു ഫോർമുല നമ്മൾ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. നൈറ്റ് ഓഫ് സോർട്സ് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നതുകൊണ്ട് വേഗതയെയും ലക്ഷ്യബോധത്തെയും പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കരുത് എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇത് ജനറൽ റീഡിങ്ങുമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വളരെ വേഗത്തിൽ ആത്മവിശ്വാസത്തോടെ കുതിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ സെൽഫ് പറയുന്നത്. സംശയങ്ങൾ മാറ്റിവെച്ച് വ്യക്തമായ പ്ലാനോടെ ആക്ഷനിലേക്ക് കടക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ കൃത്യത പുലർത്തുക എന്നത് ഇവിടെ ഒരു നിർദ്ദേശം യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. തൊട്ടടുത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. അതായത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു മേജർ അർക്കാന കാർഡാണ് സൺ കാർഡ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഫ്യൂച്ചർ സെൽഫ് പറയുന്നുണ്ട്. ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ സുതാര്യമായിരിക്കണം കാര്യങ്ങൾ. എല്ലാം വളരെ പോസിറ്റീവായിട്ട്, നിങ്ങളുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പകരുന്ന തരത്തിൽ. സൺ കാർഡ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, വിജയം സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങളുടെ മുന്നിൽ എന്തായാലും ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ആ വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. നിങ്ങളിപ്പോൾ ഇരുട്ടത്ത് മാറിയിരിക്കുകയാണെങ്കിൽ, ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭയന്നിരിക്കുകയാണെങ്കിൽ, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരുട്ടിലാണെങ്കിൽ, സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് സൺ കാർഡ് ആഹ്വാനം ചെയ്യുന്നത്. അടുത്തത് 10 ഓഫ് സോർട്സ്. 10 ഓഫ് സോർട്സ് നിങ്ങളോട് പറയുന്നത്, ഒരുപാട് ബാക്ക് സ്റ്റാബിങ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. സാധാരണ നമുക്ക് കിട്ടുന്ന 10 ഓഫ് സോർട്സിൽ ബാക്ക് സ്റ്റാബിങ് ആണ് കാണിക്കുന്നതെങ്കിലും ഈ കാർഡ് സ്പെസിഫിക് ആയിട്ട് ഇത് മുൻവശത്താണ് കുത്തുകിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ അറിയാതെ അല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന എതിരാളികളുടെ വിജയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതിനൊന്നും നിന്നു കൊടുക്കാൻ നിൽക്കരുത്. അതായത് വലിയ വിജയങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ചില തെറ്റായ ശീലങ്ങൾ, ചിന്താഗതികൾ, അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന ബന്ധങ്ങൾ മനഃപൂർവ്വം ഇതൊക്കെ സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും നിങ്ങളവിടെ നിങ്ങളുടെ കണ്ണ് കെട്ടി അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് പോകാൻ, അതായത് ആ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങി വരാതെ നിങ്ങൾ ഇരിക്കുകയാണ് അവിടെ. അതിൽ നിന്ന് മാറ്റം വരണം. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പഴയത് ഉപേക്ഷിക്കേണ്ട കാര്യമാണെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ എന്താണോ, അതെല്ലാം അവിടെ അവസാനിപ്പിക്കുക. പഴയ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചാൽ മാത്രമേ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇത് നിങ്ങളോട് നൽകുന്ന സൂചന, ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. അടുത്ത മെസ്സേജ്, നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ നിലവിൽ ഉണ്ട്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പല അവസരങ്ങൾ, പല ഓപ്ഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ആശയക്കുഴപ്പത്തിലാവാനും ഏത് തിരഞ്ഞെടുക്കണമെന്ന പ്രതിസന്ധി, കൺഫ്യൂഷനിലൂടെ കടന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. പലതിൻ്റെയും മൂല്യം, ഓരോന്നിൻ്റെയും മൂല്യം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പുറകെ പോകാതെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് വിവേകത്തോടുകൂടി തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യകത നിങ്ങളുടെ മുന്നിലുണ്ട്. അതങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. വെറുതെ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്, സ്ഥായിയായിട്ട് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവണം, ഏത് തരത്തിലുള്ള സക്സസ് ഉണ്ടാവണം, സുതാര്യമായിട്ട് സണ്ണിനെ പോലെ തിളങ്ങി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു സക്സസ് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പണമോ അംഗീകാരം, അതല്ലല്ലോ. അംഗീകാരം എല്ലാവരുടെയും മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ രാജാവിനെ പോലെയും രാജ്ഞിയെ പോലെയും ചക്രവർത്തിയെ പോലെയും ചക്രവർത്തിനിയെ പോലെയും എല്ലാം ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ അതെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ എംപറർ വന്നിട്ടുണ്ട്, എംപ്രസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയാണ് നിങ്ങളിൽ. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നിങ്ങളൊരു പൂർണ്ണതയിലേക്ക്, നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഏറ്റവും നല്ല രീതിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഫാമിലിയിൽ തന്നെയാണ് മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതെങ്കിലും ആ മോശം സാഹചര്യങ്ങളെ മെരിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. അത് എത്ര വലിയ സിംഹമാണെങ്കിലും വന്യമായ ആളുകളാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ മുന്നിൽ അവിടെ മെരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ അവർ.
നിങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ട്. അത് ബഹളം വെച്ചോ പ്രശ്നമുണ്ടാക്കിയൊന്നും അല്ല. കൂളായിട്ട് നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശാരീരികമായ ശക്തി അല്ലാതെ മാനസികമായ ബലം കൊണ്ട് നിങ്ങൾക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളും ആ രീതിയിൽ തന്നെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് നൽകുന്ന 4ാമത്തെ നിർദ്ദേശം. അടുത്തത് 2 ഓഫ് കപ്സ് ആണ്. അത് നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള ഐക്യം എന്നതുപോലെ തന്നെ കൂട്ടായ പ്രവർത്തനത്തെയും സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വളർച്ചയിൽ മറ്റുള്ളവരുടെ സഹായവും പങ്കാളിത്തവും വളരെ വലുതായിരിക്കും. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് ബിസിനസ്സിലായിക്കോട്ടെ, വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, മറ്റുള്ളവരോട് സഹകരിച്ച് കലഹിച്ചു പോകുന്നതിനേക്കാൾ നല്ല ബന്ധം ഉണ്ടാക്കി പോകാൻ ബോധപൂർവമായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെയുള്ളത് നിങ്ങൾക്ക് വലിയ ആശ്വാസമാകും. തനിച്ചായിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ തനിച്ച് നിന്ന് പോരാടുന്നതിനേക്കാൾ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂട്ടായ്മയോടുകൂടി, ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറോടുകൂടി എന്ന പോലെ ഒരു പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ശ്രമിച്ച് അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ശ്രമിച്ചാൽ അനുകൂലമാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് ഉറപ്പ് നൽകുന്ന കാർഡുകളെല്ലാം വന്നിട്ടുണ്ട്. സ്ട്രെങ്ത് ആയാലും ഇംപ്രസ് ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ വേഗത്തിലുള്ള പ്രവർത്തനം, പോസിറ്റീവ് മനോഭാവം, പഴയത് ഉപേക്ഷിക്കാനുള്ള ധൈര്യം, ശരിയായ തിരഞ്ഞെടുപ്പ്, നല്ല ബന്ധങ്ങൾ എന്നിവയാണ് ഈ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ താക്കോൽ എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും, ആ വലിയ മാറ്റങ്ങളെല്ലാം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ഇനി എന്താണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 6ാമത്തെ കാർഡ്, അതായത് യൂണിവേഴ്സിന്റെ അഡ്വൈസ് എന്താണ്? 6 ഓഫ് പെന്റക്കിൾസ്. അതായത് 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കൈയഴിഞ്ഞ് ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ്. അതിമനോഹരമായ ഒരു സ്പ്രെഡ് എന്നല്ലാതെ വേറെ ഒന്നും ഈ റീഡിങ്ങിനെ പറ്റിയോ ഈ സ്പ്രെഡിനെ പറ്റിയോ പറയാൻ തന്നെ ഇല്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 6 ഓഫ് പെന്റക്കിൾസ് അല്ലാതെ വേറൊരു കാർഡും യൂണിവേഴ്സൽ അഡ്വൈസ് ആയിട്ട് വന്നാൽ ഇത്രയും മികച്ചൊരു റീഡിംഗ് ആയിട്ട് ഇത് ചിലപ്പോൾ മാറില്ലായിരുന്നു. ഇത് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ യാത്രയെ പൂർണ്ണമാക്കുന്നൊരു മെസ്സേജാണ്, യൂണിവേഴ്സ് അഡ്വൈസ് ആണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വിനിമയത്തെ പറ്റിയാണ്. അതായത് ബാലൻസ് ഓഫ് ഗിവിങ് ആൻഡ് റിസീവിങ് എന്നതാണ്. കൊടുക്കാനും അതുപോലെ വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഗിവ് ആൻഡ് ടേക്കിലേക്ക് നിങ്ങൾ പോവുക. അതൊരു പോളിസി ആയിട്ട് വെക്കുക. നിങ്ങൾ ധാരാളമായിട്ട് കൈയഴിഞ്ഞ് സഹായിക്കുന്നത്, ആളുകൾക്ക് കൊടുക്കുന്നതൊക്കെ, നൽകുന്നത് അതിനിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് സമൃദ്ധിയായിട്ട് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമൃദ്ധിയും അറിവും സന്തോഷവും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നോ അത്രത്തോളം പ്രപഞ്ചം നിങ്ങളിലേക്ക് തിരികെ ഈ അബണ്ടൻസ് എത്തിക്കുമെന്നുള്ളതാണ്. അത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സമയമായിക്കോട്ടെ, ആശ്വാസമായിക്കോട്ടെ, നിങ്ങളുടെ അറിവായിക്കോട്ടെ, നിങ്ങളുടെ എന്താ പറയുക, സ്നേഹമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് നിങ്ങൾ കൊടുക്കുന്തോറും ഇരട്ടിയാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. നിങ്ങളൊരു നല്ല ഒരു സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പദവി ഉള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കണം, നിങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ നേട്ടങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കണം. ഈ കാർഡിലെ ഈ വ്യക്തി ഇത് പണം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പാകത്തിന് അത്രയും ഇതായിട്ടുള്ളതാണ്. 6 ഓഫ് പെന്റക്കിൾസ് ഒരു ബാലൻസിനെ കൂടി കാണിക്കുന്നതാണ്. സാധാരണ നമ്മുടെ ക്ലാസിക് ടാരോ കാർഡുകളിൽ നമുക്കൊരു ത്രാസ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ അതില്ല, ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷെ ഇത് കയ്യിലിങ്ങനെ പിടിച്ചു വെക്കാതെ, കയ്യിലുള്ളത് എടുത്ത് ചെലവാക്കിയാൽ നഷ്ടപ്പെട്ടു പോകുമോ, ഇനി ഉണ്ടാവില്ലേ എന്ന ഭയത്തിലല്ലാതെ പെരുമാറുന്നൊരു വ്യക്തിയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു എന്ത് കാര്യവും നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ നേട്ടങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം പങ്കുവയ്ക്കുകയും ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ നിങ്ങൾ കൊടുക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിജയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബാലൻസ് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അതിനോട് കൃതജ്ഞതയുള്ള വ്യക്തിയായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിട്ട് മാറുകയും വേണമെന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു സഹായം ആവശ്യമായിട്ട് വരുമ്പോൾ അവിടെ അതൊരു ഈഗോ മൈൻഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത്. അത് ചോദിക്കാനും അത് സ്വീകരിക്കാനും നിങ്ങൾ മടിക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾ ഈ വരാൻ പോകുന്ന ഒരു വർഷം എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് യൂണിവേഴ്സ് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന അഡ്വൈസും നൽകി. നമുക്ക് റീഡിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മോണോളജി ഒറാക്കിൾ കാർഡിൽ നിന്ന് ഒരു സന്ദേശം, ഒരു കൺഫർമേഷൻ, ക്ലാരിഫിക്കേഷൻ കൂടി എടുക്കാം. അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു വലിയ അബണ്ടൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കും?
1 വർഷം എടുക്കുമോ ആരംഭിക്കാൻ, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ആരംഭിക്കുക? ഈ കാർഡ് നോക്കി, എ ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക്, ന്യൂ മൂൺ ഇൻ വിർഗോ. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ സാധാരണയുള്ളൊരു ബാലൻസ് കാർഡാണ്. ത്രാസ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഈ കാർഡിൽ പ്രത്യേകമായിട്ട് കൊടുക്കുന്നതാണ് കാണുന്നത്, അല്ലേ? എറിഞ്ഞു കൊടുക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ധൈര്യമായിട്ട് ചിലവഴിച്ചോളൂ, ധൈര്യമായിട്ട് കൊടുത്തോളൂ, നിങ്ങളിലേക്ക് തിരിച്ചു വന്നോളൂ. നിങ്ങൾ ഈ സമയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമാണെന്നുള്ളൊരു സന്ദേശം നിങ്ങൾക്കിതിലുണ്ട്. സമയം പറയുന്നത് ന്യൂ മൂൺ ഇൻ വിർഗോ എന്നാണ്. ഇതിൻ്റെ ഗൈഡ് ബുക്ക് ഉണ്ട്, ഞാനതൊന്ന് നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് പറയുന്ന, അതായത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളിലേക്ക് അബണ്ടൻസ് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാകുന്ന ഒരു കാലമായിരിക്കും എന്നാണ് സൂചിപ്പിച്ചത്. എന്തായാലും ഇത്രയും വലിയൊരു അബണ്ടൻ്റ് ആയിട്ടുള്ള, ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ലക്ഷറി ആയിട്ടുള്ള ഒരു പീരീഡ്, അതിൻ്റെ തുടക്കം എന്നായിരിക്കും, ഈ ഭാഗ്യകാലം എങ്ങനെയായിരിക്കും തുടങ്ങുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാർഡ് എടുത്തത്. അപ്പോൾ പുതിയ തുടക്കത്തെയാണ്, പുതിയ തുടക്കമല്ലേ കാണിക്കുന്നത്. അമാവാസി കഴിഞ്ഞിട്ട് പുതിയ ന്യൂ മൂൺ വരുന്നു. ന്യൂ മൂൺ പുതിയ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ സുവർണകാലം ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചിട്ടയായ മാറ്റങ്ങളായിരിക്കും, പെട്ടെന്നൊരു ദിവസം വരുന്ന മാറ്റമല്ല, നിങ്ങൾ അറിഞ്ഞ് എടുക്കുന്ന പടിപടിയായിട്ടുള്ള ആ മാറ്റത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. വിർഗോ എന്ന് പറയുമ്പോൾ കന്നിരാശിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യതയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം ഓർഗനൈസ് ചെയ്യുന്നു, അത്രത്തോളം വേഗത്തിൽ ഈ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതാണ്. നിങ്ങൾ ജീവിതം ക്രമീകരിച്ചു തുടങ്ങുന്ന ആ നിമിഷം മുതൽ മാറ്റങ്ങളും തുടങ്ങും. അതായത് ഇപ്പോൾ മുന്നിൽ മാറ്റങ്ങളൊന്നും ഇല്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇനി വേണം തയ്യാറെടുക്കാൻ എങ്കിൽ ആ തയ്യാറെടുപ്പുകൾ നിങ്ങൾ എടുത്തോളൂ. ഒരു ജോലി കിട്ടിയിട്ട് ഞാൻ ഇനി നേരത്തെ എഴുന്നേൽക്കാം, കാര്യങ്ങൾ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ചെയ്യാം, ഞാനത് കിട്ടിയതിന് ശേഷം ഞാൻ വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ അത് ഓടിക്കാൻ പഠിക്കാം, മുതലായ കാര്യങ്ങളുണ്ടല്ലോ. അത് എന്തെങ്കിലും ഒന്ന് വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നതല്ല, കിട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതല്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എഫേർട്ട് ഇടണം, നിങ്ങളായിട്ട് കൊടുക്കണം ആദ്യം. അല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങിയിട്ട് ഞാൻ കൊടുക്കാം, എൻ്റെ എഫേർട്ട് ഇടാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു രീതി മാറ്റിവെക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. നിങ്ങൾ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലും, ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി നിങ്ങൾ കാര്യമായി ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും നിങ്ങൾ എടുത്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ എനർജി, ഈ അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാനസികമായിട്ടുള്ള കരുത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ശാരീരികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും എല്ലാം നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിലും ഊർജ്ജസ്വലതയിലും വലിയ പുരോഗതി അനുഭവപ്പെടുന്ന ഒരു സമയത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കി നിങ്ങളെല്ലാം ഓക്കെ ആയിട്ട് വരുന്ന ഒരു സമയത്ത് തന്നെ ആയിരിക്കും ഈ ഭാഗ്യകാലവും ആരംഭിക്കുക എന്ന് പറയാം. ഇതൊരു കൊയ്ത്ത് കാലമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിച്ചു തുടങ്ങുന്നതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കൊയ്ത്ത് കാലത്ത് കാണാം. അതായത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്ന് പറയാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ആ സമയത്ത് ഒരു ഹാർവെസ്റ്റ് സീസൺ എപ്പോഴാണോ, പീരീഡ് എപ്പോഴാണോ നിങ്ങളുടെ നാട്ടിൽ എന്നത് നോക്കിയിട്ട് നിങ്ങളതിനെ കണക്കാക്കിയാൽ മതിയാകും. എന്തായാലും നിങ്ങളുടെ ഈ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അടുത്ത ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉള്ളത്. 6 ഓഫ് പെൻറ്റക്കിൾസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാജിക് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം കടന്നു വരുന്നത് നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു തടസ്സവും കൂടാതെ ഭാഗ്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് ഈ കാർഡ് നിങ്ങളോട് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റത്തെപ്പറ്റി പറഞ്ഞു തന്ന വളരെ അമൂല്യമായിട്ടുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും എല്ലാം ചെയ്യണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി, എല്ലാ നോട്ടിഫിക്കേഷനും വരാൻ വേണ്ടിയിട്ടുള്ള ഐക്കൺ ഉണ്ടല്ലോ, അതുകൂടി പ്രസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് സജസ്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ നിങ്ങൾ വൈകിയേക്കും, അതുകൊണ്ടാണ്. പിന്നെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. മെമ്പർഷിപ്പ് ആളുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു
ഏറ്റവും വലിയൊരു മെമ്പർഷിപ്പ്. അത് പേഴ്സണൽ റീഡിംഗ് ഉള്ളതാണ്. നമ്മുടെ ഒരു ചാനൽ പ്രേക്ഷകൻ അതിപ്പോൾ അതെടുത്തിട്ടുണ്ട്. അങ്ങനെ പതിയെ മെമ്പേഴ്സ് നമുക്ക് ആയി വരുന്നുണ്ട്. അത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു സഹായമായിരിക്കും, നല്ലൊരു സപ്പോർട്ടായിരിക്കും. അത് ഈ ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായമാകും. ഓക്കെ, അപ്പം ഇതുവരെ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കും ചാനലിനെ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തും അല്ലാതെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ ആ എനർജി ടാപ്പ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നത്. ആ ഒരു എനർജി അല്ലാതെ നമുക്കിങ്ങനെ ജനറലായിട്ട് പോകുമ്പോൾ റീഡിങ്ങിനൊരു ക്വാളിറ്റി കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടി ശക്തമായിട്ടുള്ള റീഡിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ എനിക്ക് അത് റീഡ് ചെയ്യുമ്പോൾ കുറേ കൂടി ഗുണകരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്നുള്ളതാണ് അത് പറയാൻ വേണ്ടിയിട്ട് കാര്യം. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.